ഹായ്, ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻസാണ്. ടെൻസിലെ ആക്റ്റീവ് വോയിസ് നമ്മൾ 12 പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലെയും ഓൾമോസ്റ്റ് പ്രസൻറ്റ് ടെൻസും തീർന്നിരിക്കുന്നു, പാസ്റ്റ് ടെൻസും തീർന്നു. ഫ്യൂച്ചർ ടെൻസിലത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൻ്റെ ആക്റ്റീവ് വോയിസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പഠിക്കാനുള്ളത് അതിൻ്റെ പാസീവ് വോയിസ് ആണ്. നമ്മളതിന് ഉദാഹരണം ഉണ്ടാക്കി പഠിച്ചിരുന്നു. ഗൗതം വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗൗതം എന്നുള്ള സബ്ജക്റ്റിനെ കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിട്ടുള്ളത്. ഗൗതം വിൽ ഹാവ് റിട്ടൺ, വിൽ ഹാവ് ഉണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. എ ലെറ്റർ, ഗൗതം ഒരു കത്ത് എഴുതിയിരിക്കും അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ നിങ്ങൾ കാണാം. വിൽ ഹാവ് റിട്ടൺ എന്നുള്ളതിൻ്റെ അർത്ഥം കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. നമുക്ക് 12 സെൻറ്റൻസിൻ്റെ ഗ്രാമറെ പഠിക്കാനുള്ളത് കഴിഞ്ഞ് അതിൻ്റെ പാസീവ് വോയിസും വളരെ എളുപ്പമാണ്. നമ്മൾ എത്രയോ പാട്ടുകൾ കേട്ട് ഹൃദിസ്ഥമാക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് കുറച്ച് മെമ്മറൈസ് ചെയ്ത് കുറച്ച് ഒരു 4-5 ദിവസം ശ്രമിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പിന്നെ അതിന് സബ്ജക്റ്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് വെർബൽ വരുന്ന മാറ്റം എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം നമ്മുടെ വിഷയം ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റിലത്തെ പാസീവ് വോയിസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ആക്റ്റീവ് വോയിസിൽ വരുന്നത് ഗൗതം വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതം അല്ലെങ്കിൽ ഗൗതം ഷാൾ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകും. ഇനി രണ്ടുപേര്, ഗൗതമിന് പകരം രണ്ടുപേരായാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. വിൽ ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കാൻ ധൈര്യമായിട്ട്. ഗൗതം ആൻഡ് മാധുരി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇത് നമ്മുടെ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഇതിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ മറ്റുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് എ ലെറ്റർ എന്നുള്ളതിനെ മുന്നിലേക്ക് കൊണ്ടുവരണം, സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എ ലെറ്റർ വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് വിൽ ഹാവ് ബീൻ റിട്ടൺ എന്നായി മാറും. നമ്മളിങ്ങനെ ഹാസ് റിട്ടൺ എന്നുള്ളത് ഹാസ് ബീൻ റിട്ടൺ ആയ പോലെ ഇവിടെ വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് വിൽ ഹാവ് ബീൻ റിട്ടൺ എന്നായി മാറും. പാസീവ് വോയിസിലേക്ക് മാറ്റിപ്പോൾ ഗൗതം വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം എന്നായിട്ട് മാറും. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക? ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാലാണ് നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് മനസ്സിലിരിക്കണം എപ്പോഴും നമ്മൾ ഈ സെൻറ്റൻസ് പറയുമ്പോഴും എഴുതുമ്പോഴും. പിന്നെ നമ്മൾ ഇത് ഭാഷ കുറച്ചുകൂടി സമ്പന്നമാക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കയ്യിൽ കിട്ടുന്ന ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളെല്ലാം വായിച്ച് ശ്രമിക്കണം. ഈ പറയുന്ന സെൻറ്റൻസുകളെല്ലാം ടെൻസുകളെല്ലാം അതിലുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഒപ്പം നമ്മുടെ വൊക്കാബുലറി കൂട്ടാൻ കഴിയും, വേർഡുകളുടെ ശേഖരം നമുക്ക് കൂട്ടാൻ കഴിയും. പിന്നെ ഈ നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള സെൻറ്റൻസുകൾ അതിൽ വരുന്നുണ്ടോ, അർത്ഥം എന്താണ് അതിനുണ്ടാവാൻ പോകുന്നത്, എന്താണുള്ള അർത്ഥം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടുന്നത് എന്തും ഇംഗ്ലീഷിലുള്ളത് എന്തും വായിച്ച് നോക്കണം. ന്യൂസ് ആണെങ്കിൽ കേൾക്കുക, സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സംസാരിക്കണം, എഴുതാൻ അവസരം കിട്ടുമ്പോൾ എഴുതണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഭാഷയെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ആദ്യം നമുക്ക് ശ്രമിക്കേണ്ടത് ഒരു സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാവുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വായനയിലൂടെ അതിനെ കൂടുതലായിട്ട് അഗാധമായിട്ട് തന്നെ വായിച്ച് നമ്മൾ കൂടുതൽ എക്സ്പെർട്ടൈസ് നമുക്ക് അതിൽ വരണം. വാക്കുകൾ അത്ര ഫെമിലിയർ ആവണം. യൂസേജസ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടണം. ഒരുപാട് ഇഡിയംസും ഫ്രേസസും ധാരാളം ഉള്ളതാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ ഈ ടെൻസ് മാത്രം പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് വാചകങ്ങൾ നമുക്ക് മനസ്സിലാവാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ഇതുപോലും അറിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. ഈ ടെൻസ് നമ്മൾ ഈ പഠിച്ചത് ഇത് നമ്മൾ കാണുന്ന പുസ്തകങ്ങളിലും ന്യൂസ് പേപ്പറിലും റേഡിയോയിലും ഇതേപോലെ തന്നെയാണ് പറയാറ്. ഇതൊന്നും വിഭിന്നമായിട്ടുള്ള സെൻറ്റൻസുകളും ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് പഠിക്കാം. എല്ലാം പഠിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വൊക്കാബുലറി കൂട്ടുന്നതും കുറച്ച് ഇഡിയംസും ഫ്രേസസും ഒക്കെ പഠിച്ചു വയ്ക്കുന്നത് വളരെ ഉപകരിക്കും ഫ്ലുവൻസി കൂട്ടാൻ. അപ്പോൾ ശ്രദ്ധിക്കാൻ നമ്മുടെ ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ളത് ഈ പാസീവ് വോയിസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി പാസീവ് വോയിസിൽ ഗൗതം വിൽ ഹാവ് റിട്ടൺ എന്ന നമ്മുടെ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ
എ ലെറ്റർ വിൽ ഹാവ് ബീൻ എന്നായി മാറും, എഴുതപ്പെട്ടിട്ടുണ്ടാവും. ആ പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് അതേപോലെ വിൽ ഹാവ് ബീൻ റിട്ടൺ എന്ന് കാണാപാഠം പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിരിക്കും മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ 4 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടി 4 കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുക. എഴുതുക, വായിക്കുക, കേൾക്കുക, പറയുക ഇംഗ്ലീഷിൽ. പിന്നെ ചിന്തിക്കുന്നതും ഇംഗ്ലീഷിൽ ചിന്തിക്കുക. മലയാളത്തിൽ ചിന്തിച്ചിട്ട് വേർഡ് ബൈ വേർഡ് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് എളുപ്പമല്ല. അപ്പോൾ ചിന്തിക്കുന്നത് പോലും ഇംഗ്ലീഷിൽ ചിന്തിക്കണം. വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഭാഷയാണ്, ധാരാളം വൊക്കാബുലറി ഉള്ളൊരു ഭാഷ, ധാരാളം യൂസേജസ്, ഇഡിയംസും ഫ്രേസസും പ്രോവർബ്സും ഉള്ള ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വൊക്കാബുലറി കൂട്ടാൻ പുതുതായിട്ടൊരു ബുക്കെന്നോ എവിടുന്നെങ്കിലും നമ്മൾക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറിച്ചെടുത്ത് നമ്മൾ പോക്കറ്റിലിട്ടിട്ട് അത് പിന്നീട് ഡിക്ഷണറിയിൽ എടുത്ത് നോക്കി ക്ലിയർ ആക്കേണ്ടതാണ്. അതിൻ്റെ മീനിങ്ങും അതേസമയം പ്രൊനൗൺസിയേഷനും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്, ഒറിജിനൽ ഇംഗ്ലീഷിൽ നിന്നും കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ ഇംഗ്ലീഷ് ഭാഷയെപ്പോലെ തന്നെ താതാത്മ്യം പുലർത്തുന്ന ഒരു 50% എങ്കിലും താതാത്മ്യം പുലർത്തിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. 100% ആവില്ലെങ്കിലും നമ്മുടെ ശ്രമം അതിനാവണം. നമ്മുടെ ലെസണിലേക്ക് തിരിച്ചു വരാം. ഗൗതം വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടാവും എന്നുള്ളതിനെ ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പോൾ വിൽ ഹാവ് റിട്ടൺ എഴുതിയിട്ടുണ്ടാവും. അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം. എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം. കത്ത് എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇതിനെ നമ്മൾക്ക് നെഗറ്റീവ് ആക്കുക എന്ന് പറയുന്നതും വളരെ എളുപ്പം തന്നെയാണ്. നമ്മൾ ചോദ്യം ഉണ്ടാക്കിയില്ല, അതേ ചോദ്യം ഇതിൽ നമുക്ക് ചെയ്യാം, പാസീവ് വോയിസിലും ചെയ്യാം. അപ്പോൾ ഇതിന് നെഗറ്റീവ് ആക്കുമ്പോൾ ഗൗതം വിൽ നോട്ട് ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി അതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുമ്പോഴും എ ലെറ്റർ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം. എ ലെറ്റർ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും നമ്മൾ ഇതുപോലൊരു ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, വെർബ് കണ്ടു കഴിഞ്ഞാൽ വിൽ ഹാവ് ബീൻ ടേക്കൺ, വിൽ നോട്ട് ഹാവ് ബീൻ ടേക്കൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ അർത്ഥം നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ആ വെർബിനെ മാത്രം എടുത്ത് പഠിക്കുന്നത്. നമ്മൾ ഈ പഠിച്ചതാണ് എന്ന് ഓർമ്മ വരണം. വിൽ ഹാവ് ബീൻ, പിന്നെ ടേക്കണ്ണോ ഗോണെന്നോ കണ്ടു കഴിഞ്ഞാൽ ഈ പഠിച്ച അതേതല്ലേ, വെർബ് മാത്രമല്ലേ അവിടെ മാറ്റുള്ളൂ. നമ്മൾ റിട്ടൺ എന്നാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗോ എന്നോ അല്ലെ ടേക്കണ്ണോ എന്നുള്ള വേറൊരു വെർബാവും. പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. എടുത്തിട്ടുണ്ടാവും, എടുക്കപ്പെട്ടിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും, എഴുതപ്പെട്ടിട്ടുണ്ടാകും, ഈ രീതിയിൽ തന്നെ അർത്ഥം വരിക. കുടിച്ചിട്ടുണ്ടാവും, കുടിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്, അത് മറ്റുള്ള സെൻറ്റൻസ് എവിടെയെങ്കിലും വായിച്ചു നോക്കാൻ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഗ്രാമറിൻ്റെ ആ സെൻറ്റൻസിലത്തെ വെർബ് മാത്രം പഠിക്കാൻ പറയുന്നത്. അതൊരു ഷോർട്ട് കട്ടാണ്, യഥാർത്ഥ രീതിയല്ല ഇത്. ഗ്രാമർ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ആ വെർബിനെ മാത്രം പഠിക്കാൻ വേണ്ടി ആരും ഉപദേശിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ഷോർട്ട് കട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ട് മുന്നേറുക. കൂടുതൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പഠിക്കാൻ കഴിയും. ഈ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പഠിച്ചെടുക്കാവുന്നതാണ്. ആ ബേസാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൗതം വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളതിൽ ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടാവും. ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ, വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് വിൽ ഹാവ് ബീൻ റിട്ടൺ എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുക. 2-3 കാര്യങ്ങളാണ് ഇതിൽ ഓർക്കാനുള്ളൂ. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. ഈ ടെൻസിൽ ഇത്രയേ തന്നെ പഠിക്കാനുള്ളൂ. നെഗറ്റീവ് ഉണ്ടാക്കാനുള്ളത് ഞാൻ പറഞ്ഞു. ലെറ്റർ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ, എഴുതിയിട്ടുണ്ടാവില്ല. അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ വീണ്ടും പാസീവ് ആക്കി എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത്രയും മതി ഈ ടെൻസിലെ. കൂടുതൽ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുന്നതിലും കൂടുതലും കേൾക്കുന്നതിലും കൂടുതൽ അധികമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കും. ബുക്കിലെടുത്ത് എഴുതണം. വിൽ ഹാവ് ബീൻ റിട്ടൺ, വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇതിൽ വരുന്നില്ലല്ലോ. പഠിക്കാൻ എളുപ്പമല്ലേ. ഇന്നേക്ക് ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സിൻ്റെ
അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.